നമസ്കാരം, സുമിയാണ്. മലാവി ഡയറിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാനും തമ്മാലും വീണ്ടും നമ്മുടെ ഗ്രാമത്തിൽ എത്തിയേക്കാണ് കേട്ടോ. കിണറിൻ്റെ അപ്ഡേഷൻ വീണ്ടും എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്ഡേഷൻ എന്ന് മാത്രമല്ല, നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നേരെ കിണർ കുഴിക്കുന്നിടത്തേക്ക് പോവാം അല്ലേ. അപ്പോൾ കഴിഞ്ഞ വീഡിയോസിൽ എല്ലാവരും കണ്ടു കാണും അവർ സ്റ്റെപ്പൊക്കെ വെട്ടിയത്. പക്ഷേ ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റെപ്പ് വെട്ടിയത് അത്ര കറക്റ്റ് ആയിട്ടില്ല എന്ന്. അപ്പോൾ നമ്മൾ അവരെ ഫോൺ വിളിച്ചിട്ട് പിന്നെ പറഞ്ഞിരുന്നു ശരിക്കും സ്റ്റെപ്പ് വെട്ടണം, പിന്നെ മുകളിലുള്ള അതേ റൗണ്ട് തന്നെ അടിക്ക് വരുമ്പോഴൊക്കെ വേണമെന്ന് അവരോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ അത് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നമുക്കൊന്ന് പോയി നോക്കാം. അപ്പോൾ ഞാനും തമാലയും ഒരു ഉച്ചയ്ക്ക് ശേഷം ഇങ്ങോട്ടേക്ക് ഇറങ്ങിയതാട്ടോ നമ്മുടെ ഗ്രാമത്തേക്ക്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് നേരെ പോവാം. പിള്ളേരൊക്കെ ബേക്കിൽ ഓരോരോ പരിപാടികളിലാണ്. പന്തും ഒക്കെ ഉണ്ട് അവരുടെ കയ്യിൽ, ബോളൊക്കെ ഉണ്ട് അവരുടെ കയ്യിൽ, കളിക്കുക എന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് നേരെ കിണർ കുഴിക്കുന്നിടത്ത് പോയി നോക്കാം. നമ്മൾ വന്ന സമയത്ത് അവിടെ കിണർ പണി തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് കൂടുതൽ കാഴ്ചകൾ, കിണറിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാം. അപ്പോൾ കിണർ ഇത്രയായിട്ടോ 4 മീറ്റർ കഴിഞ്ഞിട്ട് അവർ സ്റ്റെപ്പ് വെട്ടാതെ താഴത്തേക്ക് ഒരേ റൗണ്ടിൽ കുഴിച്ചു പോവുകയാണ്. 4 മീറ്റർ വരെയാണ് കേട്ടോ സ്റ്റെപ്പ് വെട്ടിയിട്ടുള്ളത്. നല്ല, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കണ്ട ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സ്റ്റെപ്പ് വെട്ടിയത് അത്ര നീറ്റ് ആയിട്ടില്ലാന്ന്. അപ്പോൾ അവർ ഇന്നത്തേക്ക് അത് സ്റ്റെപ്പ് വെട്ടിയത് നീറ്റാക്കി സ്റ്റെപ്പ് വെട്ടിയിട്ടുണ്ട്. പിന്നെ സെയിം റൗണ്ടിൽ തന്നെയാണ് കേട്ടോ. ആദ്യം നമ്മൾ തൊട്ട് മുന്നത്തെ അപ്ഡേഷൻ വീഡിയോയിൽ താഴത്തേക്ക് വന്നപ്പോൾ ചെറുതായിട്ട് അതിൻ്റെ റൗണ്ട് കുറച്ച് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇപ്പോൾ റൗണ്ടൊക്കെ താഴ്ഭാഗത്തുള്ള റൗണ്ടൊക്കെ ശരിയായി വരുന്നുണ്ട്. ഒരേ റൗണ്ടിലാണ് വന്നിട്ടുള്ളത്. അപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാകും ഈ ഒരു മരത്തിൻ്റെ കഷ്ണം മാത്രമേ ഈ ഒരു എൻഡിൽ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ബ്ലൂ ഗമ്മിൻ്റെ മരം, അതായത് ഇവിടെ നമ്മുടെ യൂക്കാലിയുടെ മരത്തിന് പറയുന്ന പേരാണ് ബ്ലൂ ഗം എന്ന് പറയുന്നത്. അപ്പോൾ ആ മരം വാങ്ങാനുള്ള പൈസ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ കുറേ മരമൊക്കെ വാങ്ങി ആ സൈഡിൽ ഇട്ടിട്ടുണ്ട്. നമ്മൾ വിചാരിച്ചത് നമ്മൾ കയറും, ഇവരെ കയ്യിൽ കണ്ട റെഡ് കളർ കയറുണ്ടല്ലോ, അത് നമ്മൾ കൊടുത്തതാണ്. അതായത് കപ്പിയും കൊടുത്തിട്ടുണ്ടായിരുന്നു, കയറും കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഈ 2 സൈഡിലും മരം വെച്ചിട്ട് നമ്മൾ വെള്ളം കോരിയെടുക്കുമല്ലോ, അതുപോലെ മണ്ണ് കോരിയെടുക്കാൻ വേണ്ടിയിട്ടാണ് അറേഞ്ച് ചെയ്തത്. പക്ഷേ അവർ പറഞ്ഞത് അവർക്ക് ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ പൊക്കുന്ന ആ ഒരു ഇതുണ്ടല്ലോ, ഇപ്പോൾ കണ്ടില്ലേ കയ്യിൽ ഇങ്ങനെ പൊക്കി എടുക്കുന്ന, അതുപോലെ എടുക്കുന്നതാണ് അവർക്ക് ഏറ്റവും സുഖം എന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് മരങ്ങൾ സൈഡിൽ ഇട്ടിട്ട് അതിൽ കയറി നിൽക്കാണ്ട് ചെയ്യുന്നത്. അപ്പം ഇവിടെ നമ്മൾ ബ്ലൂ ഗമ്മിൻ്റെ മരം വാങ്ങിയത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ നമ്മുടെ ഈ പ്രദേശമൊക്കെ ഫുള്ള് ഇങ്ങനെ പരന്ന് കിടക്കുന്ന സ്ഥലം നിങ്ങൾക്ക് അറിയാമല്ലോ. അധികം നല്ല മരങ്ങളൊന്നുമില്ല, നല്ല മരത്തിൻ്റെ തടി കഷ്ണം എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ബ്ലൂ ഗമ്മിൻ്റെ മരം പൈസ കൊടുത്ത് വാങ്ങിയിട്ടുള്ളത്. ഇത് അത്യാവശ്യം നല്ല ഉറപ്പുള്ളതാണ് കേട്ടോ. യൂക്കാലിൻ്റെ മരമാണ്. ബ്ലൂ ഗം എന്ന് പറയുന്നത് യൂക്കാലിനെയാണ് പറയുന്നത്. അപ്പോൾ ഇന്നും ഞാൻ വന്നപ്പോൾ എല്ലാവരും ഭയങ്കര ആക്റ്റീവായിട്ട് ഇവിടെ ഉണ്ട്. അപ്പം ഞാൻ കിണറിൻ്റെ അവിടെ അടുത്തെത്തിയപ്പോഴും ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ചേട്ടന്മാരൊന്നും പിന്നോട്ട് പോയിട്ടില്ല, എല്ലാവരും നന്നായിട്ട് പണിയെടുക്കുന്നുണ്ട്. പിന്നെ കുറേ മാറ്റങ്ങൾ ഈ ഒരു വീഡിയോയിലുണ്ട് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ മരങ്ങളൊക്കെ പുതിയത് വാങ്ങി അവരവിടെ ചവിട്ടി നിൽക്കാൻ വേണ്ടിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഈ കിണറിൻ്റെ സൈഡിൽ ഇഷ്ടംപോലെ മണ്ണ് കൂട്ടിയിട്ടുണ്ടായിരുന്നു. ആ മണ്ണൊക്കെ അവർ എടുത്ത് മാറ്റി കുറച്ച് ഇങ്ങോട്ടേക്ക് കണ്ടോ, ഈ ഭാഗത്തേക്കൊക്കെ എടുത്ത് മണ്ണ് മാറ്റിയിട്ടുണ്ട്. അപ്പം കിണറിൻ്റെ ചുറ്റുപാടത്തുള്ള മണ്ണ്, കൂന കൂട്ടിയിട്ട മണ്ണൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. പിന്നെ താഴത്തേക്ക് റൗണ്ടൊക്കെ നല്ല ശരിക്കാക്കിയിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസത്തിനെക്കാട്ടിലും കൂടുതൽ മണലൊക്കെ കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. അപ്പോൾ മണലൊക്കെ കുറച്ച് ദൂരത്തു നിന്ന് വേണം അവർക്ക് കൊണ്ടുവരാൻ. അതുകൊണ്ട് ഇപ്പോൾ ഒരു ഏകദേശം ഇത്ര ലെവലിൽ മണൽ കൊണ്ടിട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ കണ്ടില്ലേ കിണറിൻ്റെ അടുത്തുള്ള മണ്ണൊക്കെ അവർ മാറ്റി. പിന്നെ ആദ്യം മുകളിൽ റെഡ് കളർ മണ്ണ്, ചുമന്ന മണ്ണായിരുന്നു. പിന്നെ താഴെ എത്തിയപ്പോഴത്തേക്കും എന്ത് ചെയ്യുക, ആ മഞ്ഞ കളർ മണ്ണ് കണ്ടു തുടങ്ങിയിട്ടുണ്ട്. സാധാരണ നമ്മൾ കിണർ ഒഴിക്കുമ്പോൾ മണ്ണിൻ്റെ കളർ മാറി കുറച്ച് കഴിയുമ്പോൾ വെള്ളം കാണാറാണ് പതിവ്. അപ്പോൾ കുറച്ചും കൂടി താഴത്തേക്ക് കുഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കിണറിലും വെള്ളം കാണാൻ പറ്റുന്നുള്ളതാണ് നമ്മുടെ ഒരു വിശ്വാസം. അപ്പോൾ നമ്മുടെ വീഡിയോയിൽ, ഫസ്റ്റത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഈ കിണർ സ്പോൺസർ ചെയ്തിട്ടുണ്ട് ഒരാൾ എന്നുള്ളത്, ഒരു ചേച്ചി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കുറേ പേര് നിത ചേച്ചി ആണോ എന്നൊക്കെ കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളെ സ്വന്തം ചേച്ചി എന്ന് പറഞ്ഞപ്പോൾ എന്തുകൊണ്ടാണെന്ന് അറിയില്ല, എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലായി തോന്നുന്നു. ചിലർ ഫോൺ അയച്ച് തന്ന ചേച്ചി ആണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതേ, നമ്മുടെ നിത ചേച്ചിയാണ് ഈ കിണറിന് സ്പോൺസർ ചെയ്തിട്ടുള്ളത്. അപ്പം അത് ഞാൻ സന്തോഷത്തോടെ അറിയിക്കുന്നു. ഞാനും അരുണേട്ടനും കൂടെ നിങ്ങളോട് പറയണമെന്നാണ് വിചാരിച്ചത്. പക്ഷേ അരുണേട്ടന് ഡ്യൂട്ടി ഉള്ളതുകൊണ്ടാണ് കേട്ടോ വരാൻ പറ്റാത്തത്. അപ്പം നമ്മുടെ നിത ചേച്ചിയാണ് ഈ കിണറിന് സ്പോൺസർ ചെയ്തിട്ടുള്ളത്.
കിട്ടിയിട്ടുള്ളത്. ഒരുപാട് സന്തോഷമുണ്ട്. ചേച്ചി ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സബ്സ്ക്രൈബർ ആയിരുന്നു. ആദ്യം മലാവിരാർ തുടങ്ങിയപ്പോൾ സബ്സ്ക്രൈബർ ആയിരുന്നു. പിന്നെ ചേച്ചി കൂടുതൽ നമുക്ക് മെസ്സേജൊക്കെ അയച്ച് പിന്നെ നല്ലൊരു ചേച്ചി എന്നുള്ള നമ്മുടെ ഒരു സഹോദരി, നമ്മുടെ ഒരു ചേച്ചി എന്നുള്ളൊരു ലെവലിലേക്ക് എത്തി. പിന്നെ ചേച്ചി നാട്ടിലേക്ക് 2 ആഴ്ചത്തെ ലീവിന് വന്നപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ വീട്ടിലും മരുന്നേട്ടൻ്റെ വീട്ടിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. 2 ആഴ്ച സമയമുള്ളെങ്കിലും അതിൽ 2 ദിവസം ഞങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ വീട്ടിലൊക്കെ വന്ന് നമ്മുടെ അച്ഛനെയും അമ്മേനെയും എല്ലാവരെയും കണ്ടിട്ടാണ് ചേച്ചി തിരിച്ചു പോയത്. അതിലൊക്കെ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അങ്ങനെ നമ്മുടെ കിണർ കുഴിച്ചത് 3ാമത്തെ അപ്ഡേഷനാണ്. അതായത് ആദ്യം ഒരു വീഡിയോ ഇട്ട് പിന്നെ രണ്ടാമത്തെ വീഡിയോ അപ്ഡേഷൻ്റെ 2ാമത്തെ വീഡിയോ ആണ് ഇപ്പോൾ ഞാൻ ചെയ്യുന്നത്. ഈ 2ാമത്തെ അപ്ഡേഷൻ വീഡിയോ ആയപ്പോഴേക്കും കിണർ കുഴിച്ച് 5.5 മീറ്റർ ആഴമായിട്ടുണ്ട്. ഈ 5.5 മീറ്റർ ആഴത്തിൽ തന്നെ നമ്മുടെ മണ്ണിൻ്റെ കളർ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ആദ്യം കണ്ടത് ഒരു റെഡ് കളർ സോയിലാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് യെല്ലോ കളറാണ്. അത് കാണുമ്പോൾ മണ്ണിൻ്റെ ഒരു കളർ വ്യത്യാസം കാണുമ്പോൾ തന്നെ ഇവിടുത്തെ ആൾക്കാരുടെ ഉള്ളിൽ തന്നെ ഒരു ചെറിയൊരു പ്രതീക്ഷയുണ്ട് ഇതിൻ്റെ അടിയിൽ വെള്ളം കാണുന്നുള്ളത്. കാരണം വെള്ളം എന്ന് പറയുന്നത് അത്രയും അത്യാവശ്യമുള്ളൊരു കാര്യമാണ് വെള്ളം എന്ന് പറയുന്നത്. ഇവരൊക്കെ ഒരുപാട് ദൂരം നടന്നു പോയിട്ടാണ് വെള്ളം എടുത്തുകൊണ്ട് വരുന്നത്. അപ്പം കുടിവെള്ളം ആണെങ്കിൽ എന്ത് വെള്ളമാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ദൂരം നടന്നു പോയിട്ടാണ് എടുത്തുകൊണ്ട് വരുന്നത്. അപ്പോൾ ഇവിടുത്തെ ചേച്ചിമാരെ സംബന്ധിച്ചാണെങ്കിലും കുട്ടികളെ സംബന്ധിച്ചാണെങ്കിലും ഇവിടുത്തെ ചേട്ടന്മാരൊക്കെ വെച്ചാണെങ്കിലും അവരൊക്കെ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് കേട്ടോ വെള്ളം കുടിക്കാൻ, കുടിവെള്ളത്തിന് വേണ്ടിയിട്ടും ഒക്കെ. കാരണം ഒരുപാട് ദൂരം പോകണം. എന്തായാലും നമ്മുടെ ഈ കിണറിൻ്റെ അടിയിൽ വെള്ളം ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയിലാണ് എല്ലാവരും. അതിന് വേണ്ടിയിട്ട് എല്ലാവരും ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. Bwana zulumu tena hapa. Nataka jituzala bana, pora mafuta. Zingani mbili ngwende. Mwana ntaka kunguru. Sio bana. Okunye mule mpazilo ngwe. Mmene lili yako limene mpaka ikafika basi pe ndangonena kuti mwina anola ndi linyomalizilayo ingochotsedwa iseyo basi zingopita straight rifanane basi apopo ipawa kana zoti atadzawaka tifanze ikazingwe zitatu akana kuti china ibhaketi ina yamadzi ndowa izikaomba ucheni ndeti izikagwira sonkati lingi mene mwaigwira yabokwe ichotse idulidwe izipita straight basi musapange lingi ine izipita straight mungopanga ti Maria ndopondera mastepero uri muzite kutulukirapo
അപ്പോൾ വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ ഇന്നത്തെ പണി ഇവിടെ കഴിഞ്ഞു കേട്ടോ. കിണർ കുത്തിക്കൊണ്ടിരുന്ന ചേട്ടൻ കയറിൽ പിടിച്ച് മുകളിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിങ്ങനെ കയറുന്നത് കാണുമ്പോൾ എനിക്ക് ചെറിയൊരു ടെൻഷനൊക്കെ ഉണ്ട് കേട്ടോ. കാരണം നമ്മൾ അത്യാവശ്യം ഏതെങ്കിലും റിസ്ക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം ഒരു കിണറൊക്കെ കുഴിക്കാൻ. ചടയെന്ന് പറഞ്ഞൊരു കിണർ കുഴിക്കാൻ പറ്റില്ല. അപ്പോൾ ചേട്ടൻ കയറണൊക്കെ കാണുമ്പോൾ എനിക്ക് ഉള്ളിൽ ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കുഴപ്പമൊന്നുമില്ലാതെ മുകളിലേക്ക് കയറി വന്നിട്ടുണ്ട്. അവർക്ക് കയറി എക്സ്പീരിയൻസ്ഡ് ആണ്. പക്ഷെ നമ്മളിങ്ങനെ കാണുമ്പോൾ നമുക്കൊരു പേടിയാണ്. അപ്പോൾ ഇന്നത്തെ പണി ഇവിടെ കഴിഞ്ഞു. കിണർ കുത്തുന്ന ചേട്ടൻ മുകളിലേക്ക് കയറി. അപ്പം ഏകദേശം 5.5 മീറ്ററോളം കുഴിച്ച് 4 മീറ്റർ കഴിഞ്ഞപ്പോൾ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്തുകൊണ്ട് പോവുകയാണ് കേട്ടോ. അതായത് സ്റ്റെപ്പ് ഇല്ലാതെ സ്ട്രെയിറ്റ് ആയിട്ട് താഴത്തേക്ക് കട്ട് ചെയ്ത് പോവുകയാണ് 4 മീറ്റർ കഴിഞ്ഞപ്പോൾ. അങ്ങനെ ടോട്ടൽ 5.5 മീറ്ററോളം കിണർ കുഴിച്ച് വെച്ചിട്ടുണ്ട്. മണ്ണിൻ്റെ കളറൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി വീണ്ടും താഴത്തേക്ക് പോകുമ്പോൾ വെള്ളം കാണാൻ പറ്റുന്നുള്ള പ്രതീക്ഷയാണ് എല്ലാവർക്കും. അപ്പോൾ ചേട്ടൻ മുകളിലേക്ക് കയറി വന്ന് പിന്നെ ആ ബക്കറ്റിൽ അയാളുടെ പണിയായുധങ്ങളൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ മുകളിലേക്ക് കയറ്റിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കിണറിൻ്റെ പണി ഏകദേശം ഇത്രയൊക്കെ എത്തിയിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും കണ്ടു കാണും. പിന്നെ നമ്മൾ കുറേ തവണ അവർക്ക് ഈ സ്റ്റെപ്പ് വെട്ടുന്നതൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മളൊരു കയർ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലെവൽ നോക്കാൻ. അതുപോലെ തന്നെ ഒരു ലോങ് ഉള്ള ഒരു സ്റ്റിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു സെയിം മെഷർമെൻറ്റിലുള്ള. പക്ഷെ അതൊക്കെ വെച്ച് അവർ ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ ഉദ്ദേശിച്ച പോലെ സ്റ്റെപ്പ് ഇവർക്ക് വെട്ടാൻ അറിയില്ല കേട്ടോ. ഒരുപാട് തവണ നമ്മൾ പറഞ്ഞു കൊടുത്തു. അപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു 4 മീറ്റർ കഴിഞ്ഞ്, അതായത് ഒരു പ്രോപ്പറായിട്ടുള്ളൊരു സ്റ്റെപ്പ് വെട്ടേൻ്റെ 4 മീറ്റർ വരെ ഏകദേശം പ്രോപ്പറായിട്ട് ഒരു സ്റ്റെപ്പ് വെട്ടിയിട്ടുണ്ട്. ശേഷമുള്ളതൊന്നും അത്രയ്ക്ക് ശരിയായിട്ടില്ല. അപ്പം അതിന് ശേഷമുള്ളതൊക്കെ സ്ട്രെയിറ്റ് ആയിട്ട് താഴത്തേക്ക് കട്ട് ചെയ്യാനായിട്ട് അവരോട് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും നമ്മൾ കട്ടയൊക്കെ വെച്ച് കെട്ടിപ്പൊക്കണ്ടല്ലേ, അപ്പോൾ പിന്നെ കുഴപ്പമില്ല. നമുക്ക് ആ കട്ട വെച്ച് കെട്ടുമ്പോൾ പ്രോപ്പർ റൗണ്ടാക്കി എടുക്കാമെന്ന് വിചാരിക്കുന്നത്. പക്ഷെ എന്നാലും മുകളിലത്തെ ഏകദേശം താഴെ വരെ അതിൻ്റെ മുകളിലത്തെ റൗണ്ട് താഴത്തേക്ക് വരണം എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടി നമ്മളെല്ലാവരും മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. മാക്സിമം നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അവരും മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പം ഇത്രയൊക്കെയാണ് നമ്മുടെ കിണറിൻ്റെ പുതിയ അപ്ഡേഷൻ എന്ന് പറയുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും പറയും നമ്മൾ കപ്പിയിട്ടിട്ട് കയറിട്ടിട്ട് താഴത്തുനിന്ന് മണ്ണ് കോരിയെടുക്കണം, പാകത്തിലാക്കി കൊടുക്കണമെന്ന് പറയും. പക്ഷേ എന്താണെന്ന് വെച്ചാൽ നമ്മളതിന് വേണ്ടിയിട്ടുള്ള മരങ്ങളാണ് ആ കൊടുത്തിട്ടുള്ളത്. അതൊക്കെ അവർ അങ്ങനെ ഇട്ടേക്കണം. അവർക്ക് കയ്യിലെടുത്ത് കോരുന്നതാണ് ഏറ്റവും ഉത്തമം എന്നുള്ളതാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവരുടെ ഈസി ആയിട്ടുള്ള വേ ഏതാണോ അതാണല്ലോ നമ്മളും സ്വീകരിക്കേണ്ടത്. കാരണം അവരാണല്ലോ പണി ചെയ്യണത്. പിന്നെ നമ്മുടെ കിണറിൻ്റെ സ്പോൺസർ നിത ചേച്ചിനോട് ഒരുപാട് നന്ദിയുണ്ട്. ഈ ഒരു നാട്ടിലെ ഈ ഒരു ഗ്രാമത്തിലെ വെള്ളമില്ലാതെ കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു കിണർ കുത്താൻ സ്പോൺസർ ചെയ്തതിന് നിത ചേച്ചിനോട് ഒരുപാട് നന്ദിയുണ്ട്. ദൈവം നിത ചേച്ചീനെ അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾ എൻ്റെയും വരണേട്ടൻ്റെയും ഈ ഗ്രാമത്തിലുള്ള ആൾക്കാരുടെയും അതുപോലെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ ഒക്കെ പ്രാർത്ഥന നിത ചേച്ചീൻ്റെ കൂടെ ഉണ്ടാകും. ഒരുപാട് സന്തോഷം. അതുപോലെ പിന്നെ കുറേ പ്ലാനിങ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ കിണറിലൂടെ ഉണ്ട് കേട്ടോ. അതായത് ഇവർക്ക് ഈസി ആയിട്ട് എങ്ങനെ കിണറ്റിൽ നിന്ന് വെള്ളം കിട്ടാമെന്നുള്ള കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുന്നുണ്ട്. അതൊക്കെ സക്സസ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ബാക്കിയായിട്ട് കുറേ കാര്യങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പം ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് മലാവി ഡയറി അടുത്തൊരു എപ്പിസോഡിൽ വരാം. അതുവരേക്കും ബൈ ബൈ.